ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലാദൽഫിയ സഭയ്ക്കുള്ള സന്ദേശമാണ് നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ആഴ്ച സർദീസ് സഭയ്ക്ക് കൊടുത്ത സന്ദേശമാണ് നാം പഠിച്ചത്. ഇന്ന് ഫിലാദൽഫിയ സഭയ്ക്ക് കൊടുത്ത സന്ദേശം നമുക്ക് പരിശോധിക്കാം. ഫിലാദൽഫിയ സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വസ്ത സഭ, ദ ഫെയ്ത്ത്ഫുൾ ചർച്ച് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നാം വായിച്ചു കേട്ട വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഫിലാദൽഫിയ സഭയ്ക്ക് കൊടുത്ത സന്ദേശമാണ് നാം ശ്രവിക്കുവാൻ ഇടയായത്. എന്നെ കേൾക്കുന്ന പലർക്കും അറിയാവുന്നതുപോലെ ഫിലാദൽഫിയ എന്ന പദത്തിന് സഹോദര സ്നേഹം, ലവ് ബ്രദറൻ എന്നാണ് അർത്ഥം. തീർച്ചയായും ക്രിസ്തീയ വിശ്വാസത്തിന്റെ മുഖമുദ്രയാണ് സഹോദര സ്നേഹം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിലെങ്ങുമുള്ള സഹോദരന്മാരൊക്കെയും അങ്ങനെ ആചരിച്ചും പോയിരുന്നുവല്ലോ. ഈ വാക്യത്തില് അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വി ആർ ടോട്ട് ഓഫ് ഗോഡ് ടു ലവ് വൺ അനദർ. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാം അന്യോന്യം സ്നേഹിക്കണം എന്ന കാര്യമാണ്. ഇവിടെ വീണ്ടും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാൻ ദൈവവും നാം അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിതാവായ ദൈവം എന്ന അർത്ഥത്തിലാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചു. ആ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് 1 യോഹന്നാൻ 4:19 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു എന്ന് നാം വായിക്കുന്നത്. പിതാവായ ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാം ഇപ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നു. പിതാവായ ദൈവമാണ് നമ്മളെ അത് പഠിപ്പിച്ചത്. വേദപുസ്തകത്തിന്റെ തങ്കവാക്യം എന്നറിയപ്പെടുന്ന, ഗോൾഡൻ ടെക്സ്റ്റ് എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുമ്പോൾ, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. വേറെ എത്രയോ വാക്യങ്ങൾ പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചതിനെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കത് ഓർക്കാം. വീണ്ടും നാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, പുത്രനായ ദൈവവും നമ്മെ സ്നേഹിക്കുകയും സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13:34. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം,
എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പിതാവായ ദൈവം മാത്രമല്ല, പുത്രനായ ദൈവവും നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്, മാതൃക കാണിച്ചു തന്നത്. മൂന്നാമതായിട്ട്, പരിശുദ്ധാത്മാവാൻ ദൈവവും നമ്മെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കുക. റോമാലേഖനം 5:5. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം സ്നേഹിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും സ്നേഹിക്കുന്നത് സ്വാഭാവികമല്ലാത്തതുകൊണ്ട് സ്നേഹത്തിന് ആവശ്യമായിരിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ പകരുകയും ചെയ്തുകൊണ്ടാണ് നമ്മെ ദൈവം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. വി വെയർ ഓൾ ടോട്ട് ഓഫ് ഗോഡ് ടു ലവ് വൺ അനദർ. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ നാം ദൈവത്തെയും സഹവിശ്വാസികളായ സഹോദരന്മാരെയും സ്നേഹിക്കുന്നത് കൊണ്ട് സ്നേഹം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. നഷ്ടപ്പെട്ട ഒരു ലോകം, നഷ്ടപ്പെട്ട ഒരു ജനതതി നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അവരെയും നാം സ്നേഹിക്കണം. കാൽവരി ക്രൂസിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ദിവ്യ സന്ദേശം, അതാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്, ലോകത്തിലെല്ലാം നാം എത്തിക്കണം. ക്രൂസിൽ യേശു നമുക്ക് ഓരോരുത്തർക്കും പകരം ജീവൻ ബലി അർപ്പിച്ചതിൽ വെളിപ്പെടുന്ന ദൈവസ്നേഹം അത് ഗ്രഹിച്ചിട്ടില്ലാത്ത ഓരോ സഹോദരങ്ങളെയും അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുകയാണ്. ഈ ഉത്തരവാദിത്വം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം നമ്മുടെ മേൽ വെക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ പ്രചോദിതരായി ക്രിസ്തു നമ്മെ സ്നേഹിച്ചതും തന്റെ ജീവൻ നമുക്ക് വേണ്ടി പകരമായിട്ട് വെച്ച് കൊടുത്തതും നാം ലോകത്തിലൊക്കെയും അറിയിക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മിൽ തികഞ്ഞ് വരുന്നത്. ഫിലദൽഫിയ സഭയ്ക്ക് നഷ്ടപ്പെട്ട ലോകത്തെ നേടുന്നതിനുള്ള ദർശനവും ഭാരവും ഒരുക്കവും ഉണ്ടായിരുന്നു. They had the vision to reach the lost world. നഷ്ടപ്പെട്ട ഒരു ലോകത്തെ രക്ഷിക്കുന്നതിനായിട്ട്, ഒരു സുവിശേഷ സന്ദേശവുമായി അവരെ സന്ദർശിക്കുന്നതിനായിട്ടുള്ള ദർശനമുണ്ടായിരുന്നു, ഒരുക്കമുണ്ടായിരുന്നു, ഭാരമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരുന്നു. അതാണ് നാം വെളിപ്പാട് 3:8 വായിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ദൈവം നമ്മുടെ എല്ലാം മുമ്പില്, ഈ ഫിലാദൽഫിയ സഭയുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് പോലെ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ആ വാതിൽ കൂടി കടന്ന് നമുക്ക് അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയും എന്ന് ഫിലാദൽഫിയ എന്നുള്ള പദം കേട്ടപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. നാം ഫിലാദൽഫിയയെ പരിചയപ്പെട്ടില്ലല്ലോ. ഫിലാദൽഫിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇന്ന് ഉള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് അനേക ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ, അതെങ്ങനെ ഇവിടെ വന്നത്, ഇപ്പം നമ്മൾ ടർക്കിയിലുള്ള സ്ഥലങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫിലാദൽഫിയ അമേരിക്കയിലുള്ള സ്ഥലമാണല്ലോ, ഇവിടെ അതെങ്ങനെ പരാമർശിച്ചത്, അമേരിക്ക വളരെ അടുത്തൊരു കാലത്തുണ്ടായ രാജ്യമാണല്ലോ എന്നൊക്കെ ചോദ്യങ്ങളും സംശയങ്ങളും ഉയർത്താറുണ്ട്. അമേരിക്കയിലുള്ള ഫിലാദൽഫിയയുമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിലാദൽഫിയയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏഷ്യ മൈനറിൽ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക തുർക്കിയിൽ ഉള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഫിലാദൽഫിയ. ഫിലാദൽഫിയ എന്ന പേര് ടർക്കിയിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷിക്കുമ്പോൾ ഫിലാദൽഫിയ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഭരിച്ചിരുന്ന അറ്റാലസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവ് തന്റെ സഹോദരനും പെർഗമോസിലെ രാജാവുമായിരുന്ന യുമെനസ് എന്ന് പറയുന്ന രാജാവിനോട്, അവർ രണ്ടിനും സഹോദരന്മാരായിരുന്നു, അറ്റാലസ് രണ്ടാമനും യുമെനസും. യുമെനസിനോടുള്ള അറ്റാലസ് രണ്ടാമന്റെ തീവ്രമായ സഹോദര സ്നേഹത്തിന്റെ പേരിൽ സഹോദര സ്നേഹത്തിന്റെ പട്ടണം എന്ന് ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം വരുന്ന ഫിലാഡൽഫിയ എന്ന പദം അറ്റാലസ് രണ്ടാമൻ ഭരിച്ചിരുന്ന ഭൂപ്രദേശത്തിന് അന്നത്തെ ആളുകൾ നൽകുകയാണ് ഉണ്ടായത്. ആ പേര് കൊടുക്കുമ്പോൾ അമേരിക്കയുമായോ ബൈബിളുമായോ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് കർത്താവായ യേശുക്രിസ്തു സന്ദേശങ്ങൾ നൽകിയ 7 സഭകളിൽ 6ാമത്തേതായ ഫിലാദൽഫിയയെ പരിചയപ്പെടുമ്പോൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ആധുനിക തുർക്കിയിൽ ഒരു തന്ത്രപ്രധാന സ്ഥാനത്ത്, ഒരു സ്ട്രാറ്റജിക് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പട്ടണമാണ് ഫിലാദൽഫിയ. റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യകളിലേക്കുള്ള പ്രധാന വഴി ഈ തന്ത്രപ്രധാനമായ പട്ടണം കടന്നാണ് പോയിരുന്നത്. അതുകൊണ്ട് ഫിലാദൽഫിയയെ കിഴക്കിന്റെ കവാടം, ദ ഗേറ്റ് വേ ടു ദ ഈസ്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. മാത്രമല്ല, ഫിലാദൽഫിയ ചെറിയ ഏതൻസ്, ലിറ്റിൽ ഏതൻസ് എന്നും അറിയപ്പെട്ടിരുന്നു. കാരണം ഏതൻസിലുള്ളതുപോലെ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഫിലദൽഫിയയിൽ ധാരാളമായി കാണാമായിരുന്നു. ഈ കാര്യങ്ങൾ ഒരു സത്യം വ്യക്തമാക്കുന്നു. ഫിലദൽഫിയ സഭയുടെ സ്ഥാനം അനന്തമായ അവസരങ്ങളുള്ള, സുവിശേഷം ധാരാളമായി നൽകാൻ കഴിയുന്ന ഒരു പ്രത്യേക തന്ത്രപ്രധാനമായ സ്ഥാനമായിരുന്നു. സാത്താന്റെ സാമ്രാജ്യത്തിന്റെ മർമ്മസ്ഥാനത്ത് എന്ന് പറയാം. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ആത്മീയമായിട്ടും സ്ട്രാറ്റജിക് ആയിട്ടുള്ള, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഫിലദൽഫിയ ഇരുന്നത് എന്ന് ഓർക്കുക. ഈ സ്ഥലം അഭിമുഖീകരിച്ച ഒരു വലിയ ഭൂമിശാസ്ത്ര പ്രശ്നവും കൂടി എടുത്തു പറയാനുണ്ട്. ഭൂമികുലുക്കവും ഭൂകമ്പ സാധ്യതകളും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു ഫിലദൽഫിയ. ഒരൊറ്റ ഭൂമികുലുക്കത്തിൽ ഫിലദൽഫിയയും സർദീസും മറ്റ് 10 നഗരങ്ങളും നശിച്ച സന്ദർഭങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂമികുലുക്കത്തിന് ശേഷം ധാരാളം ആളുകൾ പട്ടണം വിട്ട് നാട്ടിൻപുറങ്ങളിൽ താമസമാക്കും. ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് ധൈര്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തെ കത്തി നശിച്ച ഭൂമി, ദ ബേൺഡ് ലാൻഡ് എന്നും വിശേഷിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ വിശേഷിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. ആത്മീയമായി പറഞ്ഞാൽ സഹോദര സ്നേഹ പട്ടണത്തിൽ സുരക്ഷിതത്വത്തിന്റെ കുറവ് നന്നേ ഉണ്ട് എന്ന യാഥാർത്ഥ്യം പ്രതീകാത്മകമായി ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദര സ്നേഹ പട്ടണം ഫിലാദൽഫിയ പട്ടണത്തില് സുരക്ഷിതത്വം വളരെ കുറവാണ്. എപ്പോൾ വേണമെങ്കിലും ഭൂമി കുലുങ്ങാം, എപ്പോൾ വേണമെങ്കിലും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴാം, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഈ കാര്യം പ്രതീകാത്മകമായി ഫിലാദൽഫിയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഫിലാദൽഫിയ സഭയ്ക്ക് നൽകിയ സന്ദേശം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, യേശു തന്നെ തന്നെ ഫിലാദൽഫിയയ്ക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. നാം നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഈ സന്ദേശങ്ങളിൽ യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ 1-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ ചില സവിശേഷതകളാണ് എടുത്തു പറയുന്നത്. ഈ സഭയെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നാണ്. പെട്ടെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം യേശുവിന്റെ ദൈവത്വമാണ്. കാരണം ദൈവമാണ് വിശുദ്ധൻ, ദൈവമാണ് സത്യവാൻ, ദൈവമാണ് എല്ലാ താക്കോലുകളും എല്ലാ അധികാരങ്ങളും കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്. ആ ദൈവമാണ് ഇവിടെ ഇവരോട് ഇടപെടുന്നത് എന്ന കാര്യമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധയിലേക്ക് വരേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യാവതാരം യേശു എടുത്തല്ലോ ഐഹിക ജീവിതവാസത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട്. അവൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധനായിരുന്നു, സത്യവാനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം യേശുവിന്റെ ജനനത്തിൽ അവൻ വിശുദ്ധനായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. കർത്താവായ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉത്ഭവിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു വിശുദ്ധ പ്രജയായിരുന്നു. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിന്റെ പിന്നീടുള്ള സ്വഭാവവും പെരുമാറ്റവും വാക്കുകളും പ്രവൃത്തിയും ഉപദേശവും ഒക്കെ നാം പരിശോധിച്ചാൽ, യേശു തന്റെ സ്വഭാവത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഉപദേശങ്ങളിലും വിശുദ്ധി മാത്രമാണ്
വെളിപ്പെടുത്തിയത്. വിശുദ്ധി മാത്രമാണ് അവന്റെ എല്ലാ കാര്യങ്ങളിലും വ്യാപരിച്ചത്. അത് സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. യേശുവിന്റെ മരണത്തിലും അവൻ വിശുദ്ധനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 27, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ പരിശുദ്ധനായിരുന്നു. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. വിശുദ്ധനായിട്ടാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതും വിശുദ്ധനായിട്ട് തന്നെയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 7:26, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. പവിത്രൻ എന്നുള്ളത് ഹോളി, വിശുദ്ധൻ എന്ന അർത്ഥത്തിലാണ്. നിർദോഷൻ, ദോഷമില്ലാത്തവൻ. നിർമ്മലൻ, അൺഡിഫൈൽഡ്, ഒരു മാലിന്യവും ഇല്ലാത്തവൻ. അതാണല്ലോ വിശുദ്ധി. അതുകൊണ്ട് ഇപ്പോൾ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവനാണ്. വിശുദ്ധൻ എന്ന നിലയ്ക്ക് അതുല്യമായി എല്ലാറ്റിൽ നിന്നും വേർപെട്ട് തുല്യം ചൊല്ലാൻ ഒന്നുമില്ലാത്തവനായി, തുല്യം ചൊല്ലാൻ ആരുമില്ലാത്തവനുമായിട്ടാണ് യേശു കർത്താവ് നിലകൊള്ളുന്നതെന്നുള്ളത് അവന്റെ വിശുദ്ധിയുടെ ഉന്നതമായ മാനമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ വിശുദ്ധി നമ്മിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഈ സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടതാണ്. അവൻ വിശുദ്ധനാണെങ്കിൽ നാമും വിശുദ്ധരായിരിക്കേണ്ടതാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകത്തിലൊക്കെ നമുക്കിത് കാണാം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. എബ്രായ ലേഖനം 12:14, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം, വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. തെസ്സലോനിക്ക ലേഖനം നിങ്ങൾ വായിച്ചാൽ അവൻ നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 3:3 വായിക്കുമ്പോൾ, അവൻ വരുമെന്നുള്ള പ്രത്യാശയെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ വരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവൻ വിശുദ്ധനാണെന്നുള്ള കാര്യം ഓർത്തിട്ട് നാമും നമ്മളെ തന്നെ നിർമ്മലീകരിക്കേണ്ടതാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് ഭാഗ്യവാന്മാരെ കുറിച്ച് പർവ്വത പ്രസംഗത്തിൽ യേശു പഠിപ്പിച്ചപ്പോൾ, മത്തായി 5:8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇങ്ങനെ എത്രയോ പ്രബോധനങ്ങളാണ് വചനത്തിൽ വിശുദ്ധിയെക്കുറിച്ച്, നാം വിശുദ്ധി പ്രാപിക്കണം എന്നുള്ളതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അവൻ വിശുദ്ധൻ മാത്രമല്ല, സത്യവാനുമാണ്. The one who is true, that is genuine or real, വാസ്തവമായ, കലർപ്പില്ലാത്ത, അകൃത്രിമമായ, പരിശുദ്ധമായ, ഒറിജിനലായ, ഒരു കോപ്പിയല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അവൻ ജെനുവിനാണ്, റിയലാണ്, സത്യമാണ് എന്നും എടുത്തു പറയുകയാണ്. ആധികാരികമായ യഥാർത്ഥ ദൈവം അവനാണ്. ആരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു ദേവനല്ല, അല്ലെങ്കിൽ ദൈവം എന്ന് പേരിട്ട ഒരാളല്ല. യഥാർത്ഥത്തിലുള്ള, ഒറിജിനലായിട്ടുള്ള, കലർപ്പില്ലാത്ത ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് മനുഷ്യനിർമ്മിതമായ ദേവന്മാരും ദൈവമാരും ഉണ്ടായിരുന്നു. ഫിലാദൽഫിയ പട്ടണത്തിൽ അങ്ങനത്തെ ധാരാളം ക്ഷേത്രങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞല്ലോ. 1 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകും. 1 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ധാരാളം ഉണ്ടെന്ന് വരികിലും, ധാരാളം ഞാൻ ചേർത്തതാണ്, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ധാരാളം ദേവന്മാരും ദൈവമാരും ഒക്കെ ലോകത്തിലുണ്ട്. എന്നാൽ
നമുക്കൊരു യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവുമാണ് ഉള്ളത് എന്ന് അപ്പോസ്തലൻ ഇവിടെ കൊരിന്തുകാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജഡാവതാരം എടുത്ത സത്യ ദൈവവും നിത്യജീവനുമാണ് യേശുക്രിസ്തു എന്ന കാര്യം 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ് അവൻ സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. യേശു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:6 ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ സത്യം. യോഹന്നാന്റെ സുവിശേഷം 10:30 ഞാനും പിതാവും ഒന്നാകുന്നു എന്നും പറഞ്ഞു. ഇനി ആർക്കെങ്കിലും പിതാവായ ദൈവമല്ല ഈ സത്യദൈവം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിതാവ് തന്നെയാണ് പുത്രൻ. ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പൂർണ്ണതയും തികവും 100% വസിക്കുന്ന സത്യദൈവമായിട്ടാണ് യേശു ഈ ലോകത്തിൽ വന്നതും ഇപ്പോഴും ഇരിക്കുന്നതും എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ യാഗപീഠത്തിന്റെ കീഴിൽ അറുക്കപ്പെട്ട ആത്മാക്കൾ, അങ്ങനെ കുറെ പേരെ നമ്മൾ കാണുന്നുണ്ട്. ദൈവവചനം നിമിത്തവും അവർ പറഞ്ഞ സാക്ഷ്യ വചനം ഹേതുവായിട്ടും അറുക്കപ്പെട്ട ആത്മാക്കൾ യാഗപീഠത്തിന്റെ കീഴിൽ. അവർ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തില് പ്രത്യക്ഷമായിട്ടുള്ള ഒരു അടയാളം, ഒരു മുടന്തൻ സൗഖ്യമായി പത്രോസ് 2ാമത്തെ പ്രസംഗം നടത്തുന്നതായിട്ട് നാം കാണുന്നു. ആ വാക്യത്തില് പത്രോസ് യേശുവിനെ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധനും നീതിമാനുമായവൻ എന്നാണ്. പരിശുദ്ധനും നീതിമാനുമായവൻ. അപ്പൊ ഇങ്ങനെ യേശുക്രിസ്തു വിശുദ്ധനാണ്, സത്യവാനാണ്. മൂന്നാമതായിട്ട് അവൻ വിശുദ്ധനും സത്യവാനും ആയിരിക്കെ തന്നെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനായി ദാവീദിന്റെ താക്കോലും ഉള്ളവനാണ് യേശു. ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും. ഈ ചിത്രത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോയിട്ട് 2 രാജാക്കന്മാർ 18-ാം അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായവും നാം വായിക്കേണ്ടതാണ്. 2 രാജാക്കന്മാർ 18-ാം അധ്യായം 37-ാം വാക്യമെങ്കിലും വായിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. യെശയ്യാവ് 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുകയാണെങ്കിൽ 22:22 ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾ പോയാൽ യെശയ്യാ പ്രവാചകൻ മുന്നറിയിച്ചതുപോലെ അശൂർ യഹൂദ രാജ്യത്തെ ആക്രമിച്ചു. എന്നാൽ പ്രതിസന്ധിയിലായപ്പോൾ യഹൂദ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം യഹൂദ നേതാക്കന്മാരുടെ പ്രേരണയാൽ അവര് മിസ്രയീമിൽ അല്ലെങ്കിൽ ഈജിപ്തിലാണ് ആശ്രയിച്ചത്. മിസ്രയീമ്യർ അശൂരിൽ നിന്ന് യഹൂദയെ വിടുവിക്കും എന്നവർ കരുതി. യഹൂദന്മാരുടെ ഒരു പ്രധാന നേതാവിന്റെ പേര് നമ്മൾ യെശയ്യാവ് 22:15 വായിക്കുന്നുണ്ട്, ശെബ്ന. അദ്ദേഹം അവരുടെ ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായിരുന്നു. ഭണ്ഡാരപതി എന്ന് പറഞ്ഞാൽ ട്രഷറർ, ധനകാര്യമന്ത്രിയും, ഓവർസിയർ ഓഫ് ദ പാലസ്, രാജധാനി വിചാരകനും ആയിരുന്നു. ധനകാര്യവും രാജധാനിയുടെ കാര്യവിചാരകത്വവും ഷെബ്നയുടെ കയ്യിലായിരുന്നു. എന്നാൽ അവൻ സ്വാർത്ഥനും രാജ്യദ്രോഹിയുമായ ഒരു ഭരണകർത്താവായിരുന്നു. ജനങ്ങൾക്കായി ഒന്നും പ്രവർത്തിച്ചില്ല. ഈ പ്രത്യേക സന്ദർഭത്തിൽ ദൈവം ഇടപെട്ട് ഷെബ്നയെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് പകരം വിശ്വസ്തനായ ഏല്യാക്കീം എന്ന് പറയുന്ന ആളെ അവന്റെ സ്ഥാനത്താക്കി. യെശയ്യാവ് 22:20 വായിച്ചാൽ ഏല്യാക്കീമിനെ നിങ്ങൾക്ക് കാണാം. അധികാരത്തിന്റെ താക്കോലുകൾ ശെബ്നയിൽ നിന്ന് വാങ്ങി ഏല്യാക്കീമിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ ദൈവം കൂട്ടിച്ചേർത്തു. യെശയ്യാവ് 22:21-22 വാക്യങ്ങൾ. ഞാൻ എൻ്റെ ദാസനായ ഏല്യാക്കീമിനെ വിളിക്കും, അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും. നിന്റെ എന്ന് പറഞ്ഞാൽ ഷെബ്നയുടെ. നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും. നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരുശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല,
അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ആ ഭാഗം വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസ്തനും സത്യവാനുമായ എല്യാക്കീം യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. ദൈവജനത്തിന്റെ നന്മയ്ക്കായി ഭരണകാര്യങ്ങളിൽ നേരും വിശ്വസ്തതയും പുലർത്തുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ഭരണകർത്താവ്. ഈ ഭരണകർത്താവ് താമസം വിന ലോകരാജ്യങ്ങളുടെ മേൽ അധികാരം എടുക്കും, ദുർഭരണങ്ങൾ നീങ്ങിപ്പോകും എന്ന് യേശുവിന്റെ വിശേഷത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവന്റെ കയ്യിലാണ് അധികാരം, അവന്റെ കയ്യിലാണ് താക്കോലുകൾ. അവൻ ലോകരാജ്യത്തിന്റെ മേൽ അധികാരം എടുത്ത് ഭരണത്തെ നിയന്ത്രിക്കും. ആ നല്ല നാളുകൾക്കായിട്ടാണല്ലോ നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് യേശു വെളിപ്പെടുത്തിയിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനുള്ളതാണ്. അവൻ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അത്യന്തം മീതെയാണ് ഇരിക്കുന്നത്. അവന്റെ നാമം സകല നാമത്തിനും അത്യന്തം മീതെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ് ദൈവം. അവൻ സർവത്തിനും മീതെ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവനും സഭയുടെ തലയുമാണ്. അതുകൊണ്ടാണ് അവന്റെ വരവറിയിച്ച ദൂതൻ മറിയോട് ഇങ്ങനെ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-33 വാക്യങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് 1-32-33 വായിക്കുമ്പോൾ, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. അപ്പൊ ഈ കാര്യങ്ങളാണ് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഉപയോഗിച്ചത്. വിശുദ്ധൻ, സത്യവാൻ, അധികാരമുള്ളവൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ. ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പഠനരീതി അനുസരിച്ച് യേശു കർത്താവ് തന്നെ തന്നെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ സഭയുടെ പ്രവൃത്തികളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റം പറയുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതി അനുവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഫിലദൽഫിയ സഭയുടെ ഒരു പ്രത്യേകത കുറ്റങ്ങൾ ഒന്നും തന്നെ യേശു എടുത്തു പറയുന്നില്ല എന്നുള്ളതാണ്. അഭിനന്ദനം അല്ലെങ്കിൽ അംഗീകാരം, ഉപദേശം, ഇത് രണ്ടും ഒരുമിച്ചാണ് 8-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അംഗീകാരവും ഉപദേശവും ഒരുമിച്ചാണ് കിടക്കുന്നത്. നമുക്കത് പരിശോധിക്കാം. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തി ആരെയും രക്ഷിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2-ന്റെ 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ, കൃപയാൽ വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികൾ കാരണമല്ല, രക്ഷ ദൈവത്തിന്റെ ദാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറഞ്ഞു, നാം സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിട്ടുമുണ്ട്. അവ കണ്ടെത്തി ചെയ്യുന്നതിനെയാണ് വേദപുസ്തകം ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത്. നാം ഏത് സൽപ്രവൃത്തികളാണ് ചെയ്തു പോരേണ്ടതെന്നുള്ളത് ദൈവം നേരത്തെ തന്നെ മുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. നാം അത് കണ്ടെത്തണം. അതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. കണ്ടെത്തി ഫലം കായ്ക്കുന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാം വളരെ ഫലം കായ്ക്കുന്നതിനാൽ ദൈവനാമം മഹത്വപ്പെടും. മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തും. യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്, വിശ്വാസം പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരണമെന്നാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17, 20, 26 വാക്യങ്ങൾ വായിക്കുക. സേവിങ് ഫെയ്ത്ത് പ്രൊഡ്യൂസസ് വർക്സ് എന്ന് വേണമെങ്കിൽ പറയാം. രക്ഷിക്കുന്ന വിശ്വാസം പ്രവൃത്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവവും നിഷ്ഫലവുമാണ് എന്ന് അറിഞ്ഞിരിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. പുതിയ നിയമത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ, an ഓപ്പൺ ഡോർ, ശുശ്രൂഷയ്ക്ക് തുറന്ന ഒരവസരത്തെയാണ് കാണിക്കുന്നത്. an ഓപ്പൺ ഡോർ ഫോർ മിനിസ്ട്രി. ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 14-27,
ദൈവം ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു എന്ന് നാം വായിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 2:12, ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു, എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. ഈ പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തുറന്നു കിട്ടിയ വാതിൽ കൂടി പ്രവേശിച്ച് വേല ചെയ്യുമ്പോൾ കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, കൊലോസ്യ ലേഖനം 4:3 പറയുന്നത് പോലെ, വചനത്തിന്റെ വാതിലും തുറന്നു തരും. ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്ന് തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വേല ചെയ്യുന്നതിനും വചനം പ്രസംഗിക്കുന്നതിനുമുള്ള വാതിൽ അവൻ നമുക്ക് തുറന്നു തരും എന്നർത്ഥം. അതുകൊണ്ട് വേലയ്ക്കുള്ള വാതിൽ തുറന്നു തരും. അവിടെ നാം കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ വചനത്തിന്റെ വാതിലും അവൻ നമുക്ക് തുറന്നു തരും. 1 കൊരിന്ത്യ ലേഖനം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയും പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. യേശുക്രിസ്തു സഭയുടെ തലയും കൊയ്ത്തിന്റെ യജമാനനുമാണ്. തന്റെ വേലക്കാർ എപ്പോൾ എവിടെ വേല ചെയ്യണമെന്ന് യേശുവാണ് തീരുമാനിക്കുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ പരിശോധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പൗലോസും ശീലാസും ആസ്യയിൽ സുവിശേഷ വേല തുടരുവാനായിട്ട് മുതിർന്നപ്പോൾ ദൈവം അവരെ യൂറോപ്പിലെ ഫിലിപ്പിയയിലേക്ക് തിരിച്ചുവിട്ടു. അവിടെ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു. ഫിലിപ്പിയ സഭ തുടങ്ങുന്നതിനുള്ള വഴി തെളിഞ്ഞു. ലുദിയായും കാരാഗ്രഹ പ്രമാണിയും വെളിച്ചപ്പാടത്തിയും ഒക്കെ മാനസാന്തരപ്പെടുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അത് ദൈവം തിരിച്ചുവിട്ടതാണ്. പൗലോസിന്റെ സ്വന്തം താല്പര്യം അനുസരിച്ചാണെങ്കിൽ ആസ്യയിൽ തന്നെ പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ മക്കതോന്യ വിളി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു പുതിയ വാതിൽ തുറന്ന് യൂറോപ്പിൽ സുവിശേഷം അറിയിക്കുന്നതിനായിട്ട് ഫിലിപ്പിയയിലേക്ക് പൗലോസിനെയും ശീലാസിനെയും പ്രവേശിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിയന്ത്രണമായിരുന്നു. അധികാരവും താക്കോലും അവന്റെ കയ്യിൽ ആണല്ലോ. ഫിലദൽഫിയയിലെ സഭയ്ക്കും സുവിശേഷ ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള ഒരു വലിയ വാതിൽ യേശു തന്നെ തുറന്നു കൊടുത്തു എന്നാണ് വെളിപ്പാട് 3:8 നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവരത് പ്രയോജനപ്പെടുത്തിയോ എന്നും പരിശോധിക്കേണ്ടതാണ്. ശരിയായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അവരുടെ മുമ്പിലുള്ള 2 പ്രതിബന്ധങ്ങളെ അവർ തരണം ചെയ്യേണ്ടിയിരുന്നു എന്നും നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത് 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ഒരുപാട് പ്രവർത്തിക്കുവാനുണ്ട്, അവസരങ്ങളുണ്ട്, എതിരാളികളുണ്ട്, എന്നാൽ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഫിലദൽഫിയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആളെണ്ണത്തിലോ സഭാ മന്ദിരത്തിന്റെ സവിശേഷതകളിലോ പരിപാടികളിലോ ഒക്കെ വെച്ച് നമ്മൾ അവരെ വിലയിരുത്തുകയാണെങ്കിൽ ഫിലദൽഫിയ ഒരു വലിയ സഭ, ശക്തമായ ഒരു സഭ ആയിരുന്നില്ല. നീദർ ലാർജ് നോർ സ്ട്രോങ് എന്ന് വേണമെങ്കിൽ പറയാം. എണ്ണത്തിലോ വലിപ്പത്തിലോ ശക്തിയിലോ ഒന്നും വളരെ വലിപ്പമുള്ള ഒരു സഭയായിട്ട് വർത്തിച്ചിരുന്നില്ല. എന്നാൽ അവർ വിശ്വസ്തരായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നാം വീണ്ടും വായിക്കുമ്പോൾ കാണുന്നത്: നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യു ഹാവ് കെപ്റ്റ് മൈ വേർഡ്. നീ എന്റെ വചനം കാത്തു. ഉള്ള ശക്തി ഉപയോഗിച്ച് നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവവചനം അവർ വളരെ വിശ്വസ്തയോടെയാണ് കൈകാര്യം ചെയ്തത്. ധീരമായി യേശുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ചു. ഒരു കാരണവശാലും യേശുവിനെ നിഷേധിക്കുന്നതിനോ വചനവിരുദ്ധമായിട്ട് പെരുമാറുന്നതിനോ ഫിലാദൽഫിയക്കാര് തയ്യാറായില്ല. അതുകൊണ്ട് നാം ഗ്രഹിക്കേണ്ട ഒരു കാര്യം, ഒരു സഭയുടെ ആൾ വലുപ്പമോ സഭാ മന്ദിരത്തിന്റെ മനോഹാരിതയോ സമ്പദ് ബലമോ ആശയവൈശിഷ്ട്യമോ ഒന്നുമല്ല ആ സഭയുടെ ശുശ്രൂഷയും പ്രസക്തിയും നിശ്ചയിക്കുന്നത്. എന്നാൽ ദൈവം വിളിച്ചതിൽ വിശ്വസ്തതയും ദൈവം തുറന്നു തന്ന വാതിലുകളിലും അവസരങ്ങളിലും വിശ്വസ്തയോടെ കടന്നുപോയി വചനം പ്രമാണിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾക്ക് പൂർണ്ണ അനുസരണവും വിധേയത്വവും നൽകുമ്പോഴാണ് ശുശ്രൂഷ വിജയിക്കുകയും സഭ സമൂഹത്തിൽ പ്രസക്തമായ
ഒരു സ്വാധീനമായി മാറുകയും ചെയ്യുന്നത്. അവന്റെ വചനം കാക്കാൻ തീരുമാനിച്ചാൽ അത് പ്രമാണിക്കുവാനുള്ള ശക്തീകരണം, അതിനാവശ്യമായിരിക്കുന്ന ബലം ദൈവം തന്നെ നൽകും. നാം കേട്ടിട്ടുള്ളതുപോലെ ഗോഡ്സ് കമാൻഡ്മെന്റ്സ് ആർ ഗോഡ്സ് എനേബിൾമെന്റ്സ്. ദൈവം നമ്മളോട് കാര്യം കൽപ്പിച്ചാൽ ദൈവം അത് പ്രവർത്തിക്കുവാനുള്ള എനേബിൾമെന്റും കൂടി, ശക്തീകരണവും കൂടി അവൻ നമുക്ക് തരികയാണ്. യേശുവാരുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു എങ്കിൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയുമില്ലെങ്കിൽ അതിൽ കൂടി കടന്ന് കർത്താവ് ആഗ്രഹിച്ച വേല തികയ്ക്കാൻ അവൻ അവർക്ക് ശക്തി പകരും, നമുക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ മുമ്പിൽ ഒരു അവസരം അവൻ കൊണ്ടുവന്ന് വെച്ചാൽ, നമുക്ക് ശക്തി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അവനാണ് നമ്മുടെ മുമ്പിൽ ഈ അവസരം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ അവസരം വേറെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. അവനെല്ലാം അറിയാവുന്നവനും എല്ലാ അധികാരങ്ങളും താക്കോലുകളും ഉള്ളവനുമാണല്ലോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ സ്വയശക്തിയിൽ നാം പരിശ്രമിക്കും തോറും പരാജയപ്പെടും. നമ്മുടെ സ്വയശക്തിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതിനായിട്ട് നാം പരിശ്രമിക്കും തോറും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നമ്മെ ശക്തീകരിക്കുന്നവൻ കൂടെയുള്ളപ്പോൾ വിജയം സുനിശ്ചിതമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് നമുക്ക് ഓർക്കാം. അവന്റെ ശക്തി ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും പ്രാപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വയശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടാണ്. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത് ഓർക്കുക. ആ കൃപയിൽ ആശ്രയിച്ച് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ തക്കവണ്ണം നാം സന്നദ്ധരാകുമ്പോൾ അല്പം ശക്തിയോ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ശക്തിയിൽ അവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് വേല തികയ്ക്കുവാൻ അവൻ നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ പ്രതിബന്ധം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. ആ പട്ടണത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ എതിർപ്പിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. യഹൂദന്മാരുടെ എതിർപ്പ് യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ എതിർപ്പല്ല, സാത്താന്റെ എതിർപ്പാണ്. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് ഓർക്കുക. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഒക്കെയാണ്. അവരെ യഹൂദന്മാരെയും മറ്റു പലരെയും നമുക്കെതിരെ തിരിച്ച് വിട്ടു എന്ന് വരാം. എന്നാൽ നമ്മുടെ പോരാട്ടം യഹൂദന്മാരോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടോ അല്ലെന്ന് ഓർത്തിരിക്കണം. ഈ യഹൂദന്മാർ ജഡത്തിൽ അല്ലെങ്കിൽ പുറമെ യഹൂദന്മാരാണ്, എന്നാൽ അവർ യഥാർത്ഥ യഹൂദന്മാരല്ല. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 29 വരെ വായിച്ചു പഠിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം, റോമലേഖനം 2-ന്റെ 28-29 ഞാൻ വായിക്കാം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. യഹൂദജനത്തിന് നീണ്ട ഒരു പാരമ്പര്യ ചരിത്രമുണ്ട്, എന്നാൽ അത് രക്ഷയ്ക്ക് കാരണമായില്ല എന്ന് ഓർത്തിരിക്കുക. യോഹന്നാൻ സ്നാപകൻ എത്ര നിശ്ചിതമായിട്ടാണ് മാനസാന്തര സന്ദേശം അവരോട് പറഞ്ഞത് എന്നും ഓർക്കുകയാണെങ്കിൽ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെ വായിക്കുക. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നൊന്നും നിങ്ങൾ ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് എന്ന് യോഹന്നാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാലും യേശു യഹൂദന്മാരോട് പറഞ്ഞത് വ്യക്തമാവും. അതുകൊണ്ട് പുറമേ യഹൂദനായവൻ പലപ്പോഴും യഹൂദനായിരിക്കണമെന്നില്ല. ഫിലദൽഫിയ സഭയെ യഹൂദന്മാർ എങ്ങനെയാണ് എതിർത്തിരുന്നതെന്ന് നോക്കാം. യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ അവർ അവരുടെ പള്ളിയിൽ അല്ലെങ്കിൽ അവരുടെ സിനഗോഗിൽ നിന്ന് ഒന്നാമതായിട്ട് പുറത്താക്കി. മറ്റൊരു ആയുധം അവർ പ്രയോഗിച്ചത് വിശ്വാസികളെ ദൂഷണം പറഞ്ഞു, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ചു. ഒന്നാമത് വിശ്വാസത്തിലേക്ക് വന്നവരെ യഹൂദന്മാർ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത് വിശ്വാസത്തിലേക്ക് വന്നവരെ അവർ ദൂഷണം പറഞ്ഞു, ഇല്ലാത്ത കുറ്റങ്ങൾ അവരുടെ നേരെ ആരോപിച്ചു. അപ്പോസ്തലനായ പൗലോസ് വേല ചെയ്തിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാർ ഇങ്ങനെ പൗലോസിനെ നേരിട്ടത് അപ്പോസ്തല പ്രവൃത്തി ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. എന്നാൽ അവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ അപവാദി യഹൂദന്മാരല്ല, നമ്മൾ അവരെ അല്ല കാണേണ്ടത്. യഥാർത്ഥ അപവാദി പിശാചാണ്. പിശാച്, ഡെവിൾ എന്ന പേരിന്റെ അർത്ഥം തന്നെ അപവാദി എന്നാണ്. മതഭക്തന്മാരെ പോലും കൂടെ കൂട്ടി, വളരെ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ പോലും കൂടെ കൂട്ടി പിശാച് ദൈവങ്ങൾക്കെതിരെ അപവാദം പറയുകയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും പ്രതിയോഗിയായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില്, വെളിപ്പാട് 12-ന്റെ 10
നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് പിശാചിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ രാപ്പകൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദി. സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നുണയും വ്യാജവും പ്രചരിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം അവരുടെ ഇടയിൽ ഉയർത്തുന്നത് തികച്ചും ദുഷ്കരമാണല്ലോ. സ്മുർണയിലെ സഭയും ഇതേ പ്രശ്നം അഭിമുഖീകരിച്ചിരുന്നത് നമ്മൾ പഠിച്ചു എന്ന് ഓർക്കുക. വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 2:9 തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു എന്ന് കർത്താവ് എടുത്തു പറഞ്ഞത് ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഫിലാദൽഫിയയിലെ വിശ്വാസികൾ അപ്പോസ്തലനായ പൗലോസിന്റെ സാഹചര്യം 1 കൊരിന്ത്യർ ലേഖനം 16:9 വിവരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടിയാണ് കടന്നുപോയത്. 1 കൊരിന്ത്യർ ലേഖനം 16:9 വാക്യം എങ്ങനെയാണല്ലോ, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്, അവസരങ്ങളും എതിർപ്പുകളും ഒരുപോലെ മുമ്പിൽ നിൽക്കുന്നു. വിശ്വാസം അവസരങ്ങളെ കാണും, അവിശ്വാസം എതിർപ്പുകളെ കാണും. വിശ്വാസം അവസരങ്ങളെയും അവിശ്വാസം എതിർപ്പുകളെയും കാണും എന്നോർക്കണം. താക്കോലുകൾ കർത്താവിന്റെ കയ്യിലായതുകൊണ്ട് പരിണിത ഫലം പൂർണ്ണമായി അവന്റെ നിയന്ത്രണത്തിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയപ്പെടാൻ എന്തിരിക്കുന്നു? അവൻ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നിടത്തോളം ആർക്കും ആ വാതിൽ അടയ്ക്കുവാൻ സാധ്യമല്ലല്ലോ. ഭയവും അവിശ്വാസവും ഒരുക്കമില്ലായ്മയും അലസതയും മറ്റും വന്നിട്ട് ദൈവസഭകൾ ദൈവദത്തമായ എത്രയോ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തികൾ എത്രയോ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഭയം, അവിശ്വാസം, ഒരുക്കമില്ലായ്മ, അലസത ഒക്കെ വന്നിട്ട് എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്നാൽ ആ വാതിൽ കൂടി കടന്ന് ദൈവത്തിന്റെ വേല പൂർത്തീകരിക്കുന്നതിന്, അവന്റെ വചനം കാക്കുന്നതിന് നാം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഓർത്ത് മാനസാന്തരപ്പെട്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായിട്ടിരിക്കുന്നതിന് നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം, നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ പഠനം ഈ ക്ലാസ് കൊണ്ട് തീർന്നിട്ടില്ല. ഫിലാദൽഫിയയെ കുറിച്ചുള്ള പഠനം നാം അടുത്ത ക്ലാസ്സിൽ തുടരുന്നതായിരിക്കും. എന്നാൽ നാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഫിലാദൽഫിയ എന്ന് പറഞ്ഞാൽ തന്നെ സഹോദര സ്നേഹം. ദൈവം നമ്മെ സഹോദരന്മാരെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിച്ചു. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും. ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയത് വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ. യേശുക്രിസ്തു എല്ലാ അർത്ഥത്തിലും എന്നും വിശുദ്ധനാണ്. അവൻ ദൈവമാണ്. അവന്റെ ജനനത്തിൽ, ജീവിതത്തിൽ, മരണത്തിൽ, ഉയർപ്പിൽ, ഇന്നത്തെ ശുശ്രൂഷയിൽ അവൻ മടങ്ങി വരുമ്പോൾ എല്ലാം വിശുദ്ധനാണ്. അതുകൊണ്ട് നമുക്കും വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കാം. അവൻ സത്യവാനാണ്, അവൻ ഒറിജിനലാണ്. അവനും പിതാവും ഒന്ന് തന്നെയാണ്. അതൊരു കോപ്പിയല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല, മറ്റനേകർ ഉണ്ടാക്കിയ ദൈവങ്ങളെ പോലെ ഒരു ദൈവമല്ല. അവൻ യഥാർത്ഥ ദൈവമാണ്. താക്കോൽ അല്ലെങ്കിൽ അധികാരം മുഴുവൻ അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ച കാര്യം ഓർക്കുക. ഈ സഭയെക്കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ അവർക്ക് അംഗീകാരവും ഉപദേശവും ഒരുമിച്ച് കൊടുത്തപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, എ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ മിനിസ്ട്രി. എന്നാൽ 2 പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അല്പം ശക്തിയേ ഉള്ളൂ. യഹൂദന്മാരെ എന്ന് കളവായി പറയുന്ന ആളുകൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പിശാചിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണത്. നമുക്ക് പിശാചിനോട് പോരാട്ടമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമ്മളുടെ കൂടെയുണ്ട്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, അശക്തരായിരിക്കുമ്പോൾ അവൻ നമ്മളെ സ്നേഹിക്കുകയും അവൻ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാകൊണ്ട്, അവന്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് പോരുന്ന ദൈവമായതുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മുമ്പിൽ അവൻ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ ഉപയോഗപ്പെടുത്തി അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് ആ വാതിൽ കൂടി കടന്ന് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട്, അവന്റെ വചനം കാക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കർത്താവേ സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് വീണ്ടും നന്ദി പറയുന്നു. ഫിലാദൽഫിയ സഭയെ പോലെ സഹോദര സ്നേഹത്തിൽ കർത്താവെ മുന്തി നിൽക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നീ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു. ഇനിയെങ്കിലും കർത്താവെ തുറന്നിരിക്കുന്ന വാതിൽ കണ്ട് അതിൽ കൂടി കടന്ന് അനേകരെ നേടുന്നതിന് നിന്റെ കൃപ കർത്താവ് നീയാണല്ലോ തുറന്നു വെച്ചിരിക്കുന്നത്. ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ലല്ലോ. നീ ഞങ്ങളെ ശക്തീകരിക്കുമല്ലോ. ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായതുകൊണ്ട് എല്ലാം കർത്താവ് നിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നിന്നെ പോലെ വിശുദ്ധരായി തീരുവാൻ, സത്യസന്ധരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും എതിർത്ത് നീ തോൽപ്പിച്ചല്ലോ. നിന്റെ ജയം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്നോട് ചേർന്ന് നിന്ന് ഈ വേലയെ തികയ്ക്കുവാൻ, സ്നേഹത്തിൽ കർത്താവെ സംസാരിക്കുവാൻ, ഈ സുവിശേഷ സന്ദേശം
സ്നേഹത്തിന്റെ സന്ദേശം അനേകരെ കർത്താവെ അറിയിക്കുവാൻ തക്കവണ്ണം വചനം കേട്ട എല്ലാ ഹൃദയങ്ങളിലും ഉൾപ്രേരണ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ താഴ്ത്തുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.